എല്ലാവരും ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പോണത്. സംഭവം വേറൊന്നുമല്ല, ഞങ്ങൾ ഇതേ ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ചിങ്കു ഓൾറെഡി അവന്റെ ചാനൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ പോണത് കാടാമ്പുഴ അമ്പലത്തിലേക്കാണ്. അവിടെയാണ് നമ്മുടെ വണ്ടീന്റെ പൂജ. ഇതേ പോണ് വയനാട്. സത്യം പറഞ്ഞാൽ ചിങ്കുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങാന്നുള്ളത്. അത് ഏതായാലും സഫലായി. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലെത്തി. സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഈ ഒരു ശബരിമല സമയം കൂടിയല്ലേ, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തേ ഉള്ളിൽ കയറി. എനിക്ക് ഇനി കുറച്ച് മുട്ട ഇറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജാരി നമ്മുടെ വണ്ടി പൂജിക്കുകയാണ്. സത്യം പറഞ്ഞ ഈ ഒരു ബസ് വാങ്ങുന്നത് ചിങ്കുവിന്റെ മാത്രം ആഗ്രഹമായിരുന്നു. ഞാൻ അതിൽ സപ്പോർട്ടേ ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു ബസ് ഇപ്പൊ കാണുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് എന്തൊക്കെ പറയണം എന്നറിയില്ല. കാരണം അത്രമാത്രം സന്തോഷമുണ്ടെന്ന്. എന്തായാലും കഷ്ടപ്പെട്ട നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും സാധിക്കാൻ പറ്റും. അത് എന്തൊക്കെയാണെങ്കിൽ പോലും. ഇതിനൊക്കെ എക്സാമ്പിൾ ഞങ്ങൾ തന്നെയാണ്. കാരണം ഒരു സമയത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിലും അത് ഒരു സമയത്ത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയണത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഇത് എൻ്റെ ചിങ്കു ശരിക്കും പറഞ്ഞ ഒരു ബസ് മുതലാളി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു പോരാട്ടോ. പൂരം വഴിക്ക് നമ്മുടെ വണ്ടിയിൽ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കുറേ നേരം എൻജോയ് ചെയ്തു. ഡാൻസിന് അങ്ങനെ സ്റ്റെപ്പ് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റെപ്പ് ഞാൻ നോക്കി കളിക്കും. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ. ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് വേറൊന്നുമില്ല. കാരണം കാടാമ്പുഴ നിന്ന് നമ്മൾ രാമനട്ടയ്ക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു ട്രിപ്പ് പോകണം. അന്ന് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വണ്ടിയിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വയനാടൻ ട്രാവൽ ഹബ്ബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല ബയോയിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിലൊന്ന് കയറി വിളിച്ചാൽ മതി കേട്ടോ. ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.